ഋഷിയുടെയും അൻസിബയുടെയും ഫാമിലി വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഫുഡ് കഴിച്ച് വീട്ടിൽ നിന്ന് വേഗം തന്നെ റെഡിയായി ഇറങ്ങാനാണ് ബിഗ് ബോസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനു മുൻപായിട്ട് അമ്മമാർക്ക് ഒരു ടാസ്ക് കൊടുത്തിരുന്നു. അവിടെ അമ്മമാരും മക്കളും തമ്മിലുള്ള പൊരുത്തം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക്. രണ്ടു പേർക്കും തുല്യമായിട്ടുള്ള പോയിന്റ് ആണ് വന്നത്. ഋഷിയുടെ ഫാമിലിക്കും അൻസിബയുടെ ഫാമിലിക്കും 6 പോയിന്റ്, 12 ചോദ്യങ്ങൾ ചോദിച്ചു. അതിൽ 6 പോയിന്റ് വീതം നേടി രണ്ട് ഫാമിലിയും ഒപ്പത്തിനൊപ്പമായിരുന്നു. അതിനവിടെ ചോക്ലേറ്റ് ഒക്കെ കൊടുത്തുകൊണ്ട് സമ്മാനമൊക്കെ ബിഗ് ബോസ് നൽകുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ മക്കളെക്കുറിച്ച്, അതായത് ബിഗ് ബോസിൽ വരുന്നതിന് മുൻപുള്ള ഋഷിയെക്കുറിച്ചും അൻസിബയെക്കുറിച്ചും അവരുടെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് പറയാനായിട്ട് ബിഗ് ബോസ് പറഞ്ഞു. ആ സമയത്ത് അവിടെ അൻസിബയെക്കുറിച്ച് അവരുടെ ഉമ്മ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അവിടെ പറയുന്നുണ്ടായിരുന്നു വീടിന് വേണ്ടി, വീട്ടുകാർക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച അൻസിബയെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അൻസിബയുടെ ഉമ്മ പറയുന്നുണ്ടായിരുന്നു മകളുടെ കല്യാണമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം, അത് നടന്നു കാണണം എന്നുള്ളതാണ് എന്ന്. ഇത്രയും പ്രായമായിട്ടും എൻ്റെ മകൾ ഇപ്പോഴും കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അവളുടെ ഒരു വിവാഹം അത് വലിയൊരു സ്വപ്നമാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. കുടുംബത്തിന് ജീവിക്കുന്ന, അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ് അവിടെ അൻസിബ എന്ന് എടുത്തു പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു സെയിം ഋഷിയുടേതും. വീട്ടിലെ സാഹചര്യങ്ങൾ, പഠിക്കാൻ പറ്റാതെയും അവിടെ ജോലിയില്ലാതെയും കഷ്ടപ്പാടിൻ്റെയും വിശപ്പിൻ്റെയും ഒക്കെ അവിടെ കഥ പറയുന്നുണ്ടായിരുന്നു ഋഷിയുടെ അമ്മയും. വീടിന് വേണ്ടി കഷ്ടപ്പെട്ടത് ഋഷിയാണെന്നും ഋഷി ആ ജോലിക്ക് അല്ലെങ്കിൽ അഭിനയത്തിലേക്ക് തിരിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് പിന്നീട് ഒരു ഇതോടുകൂടി ജീവിക്കാൻ പറ്റിയത് എന്ന് ഋഷിയുടെ അമ്മയും അവിടെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും രണ്ടുപേരുടെ അമ്മമാരും അതിമനോഹരമായി സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മക്കളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ അതിനുശേഷം ബിഗ് ബോസ് ഫുഡ് കഴിച്ച് വീട്ടിൽ നിന്ന് പോവാനുള്ള സമയമായി എന്നാണ് അറിയിച്ചിരിക്കുന്നത്.